പക്ഷെ നിങ്ങൾ തമ്മിൽ ഈ ലവ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള? ഫസ്റ്റ് ആണ് ഇങ്ങനെ ജാടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കൂടുതലും ഗേൾസ് ആയിരിക്കും ഫാൻസ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ എന്നെ കണ്ട എന്തായാലും ജാടെന്ന് തോന്നും. അത് എനിക്ക് വരാൻ തോന്നും. പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും കുറച്ച് പിള്ളേർക്ക്. ഇവന്റെ ഫാൻസ് ഒക്കെ ചേച്ചീനെ അടുത്ത് ജലസ് തോന്നുന്നുണ്ട്. എന്തിനാ ഞങ്ങളുടെ ചേട്ടനോട് ലാസ്റ്റ് ആയിട്ട് വന്ന ആള് വൈഷ്ണവിയാണോ? അതിന് മുന്നേ വേറെ 2-3 പേഴ്സ് എനിക്ക് 4 പേര് ഇപ്പൊ ടോട്ടലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും പേര് വരും. സാധാരണ ഗേൾസിനായിരിക്കും എന്താ നിങ്ങളുടെ സ്കിൻ കെയറിന്റെ രഹസ്യം? നല്ല സ്കിൻ ആണല്ലോ. വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഒക്കെ ഞാൻ സൺസ്ക്രീൻ തേക്കാറുണ്ട്. അതാണ് ആ ഗ്ലോ എഫക്റ്റ് വരാ. വൈഷ്ണവിക്ക് ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട്, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടം വരാറുണ്ട്. ചേച്ചിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ പോലെയാണ്. കല്യാണം ആലോചിച്ചോട്ടെ, വീട്ടില് വന്ന് ആലോചിച്ചോട്ടെ, വീട് എവിടെയാന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ. ഡു യു ഹാവ് എനി ക്രഷ് ടു യുവർ ഗേൾ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗേൾസിനോടൊന്നും എനിക്ക് ക്രഷ് ഇല്ല. ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആദ്യം കട്ട് ചെയ്യും. ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി? ട്രെയിൻ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരാള് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയാ ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ. അജ്മി ചിക്കൻ മസാല വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റുകൾ വന്നിട്ടുള്ള 2 ആൾക്കാരാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് റീൽസ്. ഇവരുടെ റീൽസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വൈറലാണ്. ഞാൻ പറയുമ്പോൾ തന്നെ ഇവിടെ ചിരിക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി വെൽക്കം ചെയ്യാം ഷെബിൻ ആൻഡ് വൈഷ്ണവി. ഹായ്. ഷെബിൻ അല്ലേ? ഷബിൻ. ഓക്കെ, സ്വാഗതം. വെൽക്കം. ആക്ച്വലി എനിക്ക് ഭയങ്കര ഫാൻസാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ്, ഇവരുടെ പേജിലേക്ക് മെസ്സേജ് ഒക്കെ വരും, നിങ്ങളുടെ കുറെ റീൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇവര് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലി നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ എങ്ങനെ പോകുന്നു? മഴയൊക്കെ പെയ്ത് ചുമയും എല്ലാ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ റീൽസ് ഒക്കെ എങ്ങനെ പോകുന്നു? പരിപാടീസ് ഒക്കെ ഫുള്ള് ട്രെൻഡാണ്, ഇടുന്നതൊക്കെ മില്യൺസ് ആണ്. നമ്മള് പഠിത്തത്തിനിടക്ക് റീൽസും കൂടി കൊണ്ടുപോകണം. ബേസിക്കലി നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. MBBS-ഉം ഫിസിയോതെറാപ്പി മംഗലാപുരം. അപ്പൊ എങ്ങനെ നാട്ടിലിവിടെ ഇവൻ കൊച്ചി, ഞാൻ ഷൊർണൂർ. എങ്ങനെയാ? അപ്പൊ എനിക്ക് തോന്നുന്നു കോളേജ് വെച്ചായിരിക്കും നിങ്ങളുടെ കണ്ടുമുട്ടലും പരിചയപ്പെടലൊക്കെ. എന്നാലും ഈ MBBS-ഉം ഫിസിയോതെറാപ്പി സെയിം മെഡിക്കൽ കോളേജാണ്, സെയിം കോളേജ്. അപ്പൊ നമ്മള് പോവും വരുമ്പോ കാണുമല്ലോ. അങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ ഓൾറെഡി അപ്പൊ ഫേമസ് ആയിരുന്നു ആദ്യേ. അല്ല, ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴേ ഷെബിൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഷെബിൻ അത്യാവശ്യം റീൽസ് ഒക്കെ അപ്പോഴേ ചെയ്ത് ഫേമസ് ആയ ഒരാളായിരുന്നു. എന്റെ ടൈം പാസ് ഞാൻ അങ്ങനെ തീർക്കണം. ഓക്കെ, അപ്പൊ ഓൾറെഡി കുറെ ഫാൻസ് ഒക്കെ ഉണ്ടാവായിരിക്കുമല്ലോ. ഇവന് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. നമ്മള് സംസാരിച്ച് തുടങ്ങി. അങ്ങനെ ജസ്റ്റ് റാൻഡംലി ഒരു ദിവസം റീൽസ് എടുക്കാന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ടതാ. അതെന്തായിരുന്നു അപ്പം ആളായിട്ട് റീൽ എടുക്കാമെന്ന് തോന്നിയത്? ഓൾറെഡി പറഞ്ഞു എനിക്ക് റീൽ എടുക്കാം. ഓൾറെഡി അക്കൗണ്ട് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ല റീലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. നമ്മള് മെഡിക്കൽ ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവാറില്ല. ഫുള്ള് നമ്മള് പഠിപ്പികളാണല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സും ഇതൊക്കെ പോവാ. അപ്പൊ നമുക്ക് പാർട്ട്ണർ വേണം, നമുക്ക് ആ ഒരു ഇത്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇങ്ങനെ കൊറേ ഫാൻസ് ഒക്കെ ഉള്ള ആളല്ലേ? അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കാണുമ്പോ ഇങ്ങനെ ആള് ഷബിൻ ഫസ്റ്റ് കാണുമ്പോ ഇങ്ങനെ ജാടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കൂടുതലും ഗേൾസ് ആയിരിക്കും ഫാൻസ്. ഷബിൻ അങ്ങനെ പരിചയപ്പെടുന്നതിന് മുന്നേ മുഖത്തേക്കൊന്നും നോക്കൂല, എല്ലാം താഴെ നോക്കിയിട്ടാ നടക്കുക. ആരും കണ്ടാൽ അങ്ങനെ നോക്കൊന്നുമില്ല. ഞാൻ കാണുന്നുണ്ടോ? പക്ഷെ നടക്കുമ്പോ താഴെ നോക്കി നടക്കട്ടെ, അല്ലെങ്കിൽ വീണാലോ. ഭയങ്കര എന്താ ഡീസെന്റ് ആയിട്ട് എങ്ങനെ നടക്കുന്ന ഒരാളാ. ഇപ്പൊ ഡീസെന്റ് അല്ല, ഭയങ്കര ഇന്നസെന്റ് ആള്. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് വന്നേ. മസ്താൻ തിരിച്ചു മറിച്ചും ചോദിക്കും, ഇങ്ങനെ തന്നെ പറയണമെന്ന് അല്ലേ? അപ്പൊ അങ്ങനെ ജാടയും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, ഇത് ഓൾറെഡി എന്നോടും പറഞ്ഞിട്ടുള്ളതാ. ജാടയില്ലാന്ന് നമ്മള് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എന്നെ കണ്ട എന്തായാലും ജാടെന്ന് തോന്നും. അത് എനിക്ക് വരാൻ തോന്നും കണ്ണാടി നോക്കുമ്പോ. പക്ഷെ ജാടൊന്നും ഇല്ല, സംസാരിച്ച മനസ്സിലാവും. പാവാണ്, ഇൻട്രോവേർട്ട് ആണ് കുറച്ച്. ഈ ഇപ്പൊ റീലൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേ നിങ്ങളുടെ ആക്ച്വലി നമുക്ക് ഒരു റീൽ കാണാം. നിങ്ങളുടെ കുറെ റീല് വൈറലാണ്, മില്യൺസ് വ്യൂസ് ആണ്. എന്നാലും ഒരു റീല് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക്
ഇതുപോലെ കുറെ റീൽസ് വൈറലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഐഡിയ ആരുടെയാ? ഷെബിന്റെ ആണോ അല്ലെങ്കിൽ ഷബിന്റെ ഐഡിയ ആണ്. എനിക്കിങ്ങനെ അയച്ചു തരും ഇത് ചെയ്യാം, അപ്പം ഞാൻ ജസ്റ്റ് പോവാ ആക്ട് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ എന്റെ റോൾ. ബാക്കി എല്ലാ ഷബിന്റെ ഐഡിയ ആണ്. ഈ റീലിൽ സാധനങ്ങളൊക്കെ ഈ റീല് എനിക്ക് എക്സാം ആയിരുന്ന ടൈമില് നമ്മൾ പഠിച്ചോണ്ടിരിക്കൂലേ, അപ്പൊ കിട്ടണ ഒരു കോൺസെപ്റ്റാ. അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു സ്ട്രെസ് കുറക്കാൻ വേണ്ടി. അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ മൊത്തം എനിക്ക് കുറെ കോൺസെപ്റ്റ് ഇങ്ങനെ നടന്നു വരുന്ന മൈൻഡിൽ വരും. അപ്പൊ എടുക്കണമെന്ന് അന്നേ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു അവൾക്ക്, ഇങ്ങനെ എടുക്കാം എക്സാം കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തൊരു. അപ്പൊ ആളിങ്ങനെ അയച്ചു തരുന്നത് ഓക്കെ ആണെങ്കിൽ ചെയ്യും, ഓക്കെ അല്ലെങ്കിലോ? മിക്കവാറും ഓക്കെ ആവാറുണ്ട്. എല്ലാം ഓക്കെയാണ് ആണല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായം എനിക്കങ്ങനെ വലിയ ഐഡിയാസ് ഒന്നും ഇതിനെ കുറിച്ച്. അപ്പം വൈഷ്ണവിക്ക് ഇങ്ങനെ ഇപ്പം റീല് ചെയ്തു തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ബാക്കിയുള്ള ഗേൾസിന്റെ ഒക്കെ റെസ്പോൺസ് എന്തായിരുന്നു കോളേജിലേക്ക്? ആദ്യം ഫ്രണ്ട്സ് ഒക്കെ ചെറുതായി ട്രോളി, പിന്നെ ഇപ്പൊ എല്ലാരും നല്ല സപ്പോർട്ടാണ്. എന്നാലും ജലസ് ഒക്കെ ഉണ്ടോ ചില ഗേൾസ്? പുറത്ത് അറിയില്ലല്ലോ ആരും. എന്നാലും തോന്നാറുണ്ടോ? ചിലർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും കുറച്ച് പിള്ളേർക്ക്, ഇവന്റെ ഫാൻസ് ഒക്കെ ചേച്ചീനെ അടുത്ത് ജലസ് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ മെസ്സേജ് വരാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് വന്ന ആള് വൈഷ്ണവിയാണോ? അതിന് മുന്നേ വേറെ 2-3 പേഴ്സ് എനിക്ക് 4 പേര് ഇപ്പൊ ടോട്ടലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും പേര് വരും, കാരണം അവര് കോമ്പോസ് ആണല്ലോ, ഓരോരുത്തർക്ക് സ്യൂട്ട് ആവണ ഒരു നല്ല അങ്ങനെ പോവാൻ. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇപ്പൊ ആമി ഉണ്ട്, ചിപ്പ ഉണ്ട്, പിന്നെ ആരായിരുന്നു? കൃഷ്ണേന്ദു. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ നിനക്ക് ഇങ്ങനെ ഓർമ്മ വരും ഇന്ന ആൾ ഇത് ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയാണോ? അങ്ങനെ വരാറുണ്ട്. ഞാൻ ആമിക്കൊക്കെ അയക്കാതെ ഇവർക്ക് 4 പേർക്ക് ഞാൻ ഇങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മള് വീഡിയോ ചെയ്യാന്നുള്ള ഒരു ഇതാവുമ്പോ അവരുടെ മീഡിയ എടുത്ത് നോക്കി ഇത് ചെയ്യാം, ഇന്ന് ഇത് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ ഒരു ദിവസം കൊറേ റീൽ ഉണ്ടാവും, കൊറേ ഡ്രസ്സ് ഒരു ബണ്ടക്കെട്ടായിട്ട് ഇവള് വരാ. എനിക്ക് അത്ര ഇല്ല, എനിക്ക് പിന്നെ ഷർട്ട് മാറിയാൽ തന്നെ ഓൾറെഡി മാറുമല്ലോ. ഓ, അപ്പൊ ഓൾറെഡി ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഒരുപാട് 4-5 വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ പതുക്കെ എഡിറ്റ് ചെയ്യുമ്പോ ഇടും. അത് ഷെബിൻ എപ്പോ മുതലാ സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നു കൊറേ നാൾ മുന്നേ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് സൂപ്പർ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ വെറൈറ്റി മീഡിയ തന്നെ കുറച്ച് ഫേമസ് ആയപ്പോ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അൺഫോളോ ചെയ്തായിരുന്നു. ഞങ്ങള് ഒരേ നാട്ടുകാര്. എന്റെ ഉമ്മയുടെ വീടിന്റെ അടുത്ത നിന്റെ വീട് അല്ലേ? അതെ. അപ്പൊ സ്റ്റാർട്ടിങ് എപ്പോഴായിരുന്നു റീൽസിന്റെ ഷെബിന്റെ? ടിക്ടോക്ക് ഇപ്പൊ പറഞ്ഞ ചിപ്പ എന്ന് പറഞ്ഞ ചിപ്പ എന്നല്ല, ശ്രീലക്ഷ്മി എന്നാണ് ആളുടെ പേര്. ആളുടെ ഒപ്പം ഞാൻ കൊറേ റീൽ, അയാൾക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. ഞങ്ങൾ സെയിം കോഴ്സ്, സെയിം ക്ലാസ്, സെയിം നാട്. അങ്ങനെ ഞങ്ങള് നല്ല കോണ്ടാക്ട് ആയിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് ടിക്ടോക്കിലെ ഞങ്ങക്ക് ഇഷ്ടായി. പിന്നെയാണ് ബാൻ ചെയ്തത്. പിന്നെ കൊറേ നാളിങ്ങനെ വെറുതെ ഇരുന്നു. ഷോകല്ല, ആ ഒരു ഇത് പോയില്ലേ. പിന്നെ ഇൻസ്റ്റയില് പതുക്കെ ഞാൻ ചെയ്തു തുടങ്ങി. അവൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ പതുക്കെ ഓരോന്ന് ഇറക്കി തുടങ്ങിയതാ. അങ്ങനെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ കിട്ടുന്ന കോംപ്ലിമെന്റ് എനിക്ക് തോന്നുന്നു നല്ല ചിരിയാണ്. പിന്നെ സാധാരണ ഗേൾസിനായിരിക്കും എന്താ നിങ്ങളുടെ സ്കിൻ കെയറിന്റെ രഹസ്യം, നല്ല സ്കിന്നാണല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ബോയ്ക്ക് ഞാൻ വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അത് മലയാളീസിന് ഞാൻ അങ്ങനെ കാണുന്നത് കുറവാ. പക്ഷെ ഷബിന്റെ വീടിന്റെ അടിയിൽ ചേട്ടന്റെ സ്കിന്നിന്റെ സീക്രട്ട് എന്താ സ്കിൻ കെയർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കിട്ടാറില്ലേ കുറെ? ശരിക്കും ചോദിക്കാറുണ്ട്. സ്കിൻ കെയർ ആയിട്ട് വലിയതായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഒക്കെ ഞാൻ സൺസ്ക്രീൻ തേക്കാറുണ്ട്. അതാണ് ആ ഗ്ലോ എഫക്റ്റ് വരാ. പിന്നെ വെയിലും അതന്നെ. പക്ഷെ റിയലും നല്ല സ്കിന്നാ. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ചോദിക്കും. ഞാനിങ്ങനെ കമന്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാം ഫിൽറ്റർ ആയിരിക്കും, പിന്നെ സൺലൈറ്റിന്റെ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. തോന്നിയാൽ മാത്രമേ ഇനി സ്കിൻ കെയർ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യണം എന്ന് തോന്നുമ്പോ ഇടയ്ക്ക് തോന്നുള്ളൂ, ചെയ്യാറുള്ളൂ. ഇപ്പൊ വൈഷ്ണവി ഷെബിൻ ഒരു ഫാൻ ബേസ് ഉണ്ട്. ചിപ്പയുടെ കൂടെ അഭിനയിക്കുമ്പോൾ അതിന് വേറെ ഫാൻസ് ഉണ്ട്, ആമിയുടെ കൂടെ വേറെ ഫാൻസ് ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഫാൻസ് ഏത് പേരിന്റെ കൂടെ ഞാൻ തോന്നിയിട്ടുണ്ടോ? ഇവളുടെ കൂടെ ആയിരിക്കും. കൃഷ്ണേന്ദുവിന്റെ കൂടെ. കൃഷ്ണേന്ദുവിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പക്ഷെ ഓരോരുത്തർക്കും അവര് കാണുന്ന വ്യൂല് പോലെ ഇരിക്കും. കാരണം കുറെ പേർക്ക് ഞങ്ങള് ആദ്യം ഇവളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ ചിപ്പയെന്ന് തുടങ്ങിയപ്പോ നല്ല അവർക്കായിരുന്നു. ഞങ്ങള് രണ്ടും നല്ല കോംബോ ആണെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ വിമർശിച്ചവരും ഉണ്ട്. എന്തിന്? നമ്മൾ കോംബോ അവർക്ക് ഇഷ്ടാവൂല. അങ്ങനെയാണോ? അല്ല, അങ്ങനല്ല. അതായത് ഇപ്പൊ ഇവളായിരുന്നില്ല, ഇവള് വന്നതിന് മുമ്പ് അവളായിട്ടായിരുന്നല്ലോ നമ്മള് ചെയ്യാം. അപ്പൊ അവർക്ക്
ഈ ഭംഗി അവര് നോക്കും. ഈ വ്യൂസ് കാണുന്നവർക്ക്, പ്രേക്ഷകർക്ക് അതാണ് ആദ്യം നോക്കുക, ഭംഗി. എന്നിട്ട് ബാക്കി വീഡിയോ എന്ത് കണ്ടന്റ് ആണെങ്കിലും നോക്കുക. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ട്, ചേർന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴും എടുക്കാറുണ്ട്, ഞങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങക്ക് ഇപ്പം ചേട്ടൻ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറാന്നൊക്കെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ക്യൂട്ട്നെസ് വാരി വിതറേ ശരിക്കും വാരി വിതറാറുണ്ടോ? അത് ഞങ്ങളെ പേരായിട്ടുള്ള വീഡിയോയിലാണ്. നിങ്ങളുടെ അവൻ നോർമലി അങ്ങനെ തന്നെയാണ്. നോർമല് ഞാൻ ജന്മന ക്യൂട്ടാണ്. ഇതാണോ? ഇതൊന്നും ഞാൻ കാണിക്കാറോ ഇല്ല. എന്നാലും ചിരിയിലേക്ക് ഞാൻ ചിരിക്കുമ്പോ അങ്ങനെ ആയപ്പോഴേ എന്ത് ചെയ്യാനാന്നൊക്കെ. എന്ത് ചെയ്യാനൊക്കെ. ഇപ്പൊ ആദ്യം ഇങ്ങനെ കോളേജിൽ നിന്ന് കാണുന്നു, വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേട്ടൻ, ഇപ്പൊ നിങ്ങള് നല്ല കോണ്ടാക്ട് ആയി, ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഒരു ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോ നമുക്കൊരു ഇതുണ്ടാവില്ലേ, ആ സാധനം കുറച്ച് കഴിയുമ്പോ മാറില്ലേ? അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരാളെ അല്ല നേരിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ. ഞാൻ വിചാരിച്ച അത്യാവശ്യം ജാടയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ഒരാളാണ്. സംസാരിച്ചപ്പോ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അങ്ങനെ പാവാണ് ആള് റിയൽ ലൈഫ്. തിരിച്ചെന്തെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, അതേപോലെ തന്നെ പരിചയപ്പെട്ടപ്പോ പോലെ തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റൊമാൻറ്റിക് വീഡിയോസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടുന്ന എന്തായിരിക്കും? നിങ്ങള് കമ്മിറ്റഡ് ആണോ? അല്ലാതെ എന്ത്? റൊമാൻറ്റിക് ചെയ്യുമ്പോ ഞാൻ ഇവള് വന്നപ്പോഴാണ് കൂടുതൽ റൊമാൻറ്റിക് വീഡിയോ കുറച്ചും കൂടി ഒരു അടുത്ത് വന്ന് ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ തുടങ്ങിയത്. കാരണം ഇവളെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട് വേഗം. അപ്പോ നമുക്ക് ആണ് അപ്പൊ ആ ഒരു ഇതുകൊണ്ട് അടുത്ത് വീഡിയോ ഇട്ടതാ. അങ്ങനെയാണ് കൂടുതൽ. ഇവിടെ വന്നതിന് ശേഷം വൈഷ്ണവി വന്നതിന് ശേഷമാണ് റൊമാൻറ്റിക് വീഡിയോസ് കൂടുതലായിരുന്നു. അപ്പോഴാണ് ഈ കമ്മിറ്റഡ് ആണോ, നിങ്ങൾ തമ്മിൽ ലവ് ആണോ, നിങ്ങൾ ലവേഴ്സ് ആണോ? അതിപ്പോ ഞാന് എന്റെ ഇത്താത്തോടെ വീഡിയോ ഇട്ടപ്പോഴും ഇതാണോ ഭാര്യ, എന്റെ ഇത്താത്തോടെ ഒരു കുട്ടിയുണ്ട്, അപ്പൊ ഇതാണോ കുട്ടി, ഇത്താത്തയുടെ കുട്ടി അല്ല, എന്നെ പോലെ കുറച്ചുണ്ട്, പക്ഷെ അത് കുട്ടിയാണോ, അത് അവർക്ക് ഒറ്റ വീഡിയോ അല്ലേ കാണുന്നുള്ളൂ. എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയവർക്ക് മനസ്സിലാവണം കുട്ടിയാണെന്നും, കുട്ടി എന്റെ കുട്ടിയാണെന്ന് അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ കമന്റ്സ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്താത്തയുടെ കുട്ടിയാന്നുള്ള സാധനം. പക്ഷെ നിങ്ങൾ തമ്മിൽ ഈ ലവ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള? ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ് ഗൈസ്. നിങ്ങളുടെ ഷെബിനിക്ക സിംഗിൾ ആണ്, നിങ്ങളുടെ വൈഷ്ണവി ചേച്ചിയും. ഗേൾസ് നിങ്ങൾക്ക് ഇപ്പൊ ആക്ച്വലി കുറച്ച് സമാധാനമായിട്ടുണ്ടാവും. എന്താ സിംഗിൾ ആയിട്ടിരിക്കും, ഇത്രയും ഫാൻസ് ഉണ്ടായിട്ട് പ്രപ്പോസൽസ് ഒന്നും വരാറില്ല? പ്രപ്പോസൽസ് വരും, പക്ഷെ നമുക്ക് എനിക്ക് സിറ്റുവേഷൻഷിപ്പ് താല്പര്യമില്ല, ട്രൂ ആണ് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നണം, അപ്പൊ ഓക്കെ ആവും. അപ്പൊ കല്യാണം കഴിക്കും. നേരിട്ട് കല്യാണം കഴിക്കാനാണ്? നമുക്ക് ആദ്യം അറിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാ. എന്താ കോൺസെപ്റ്റ്? എന്താ കോൺസെപ്റ്റ്? പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നും ഇല്ല. നമുക്ക് നല്ല പരസ്പരം സംസാരിക്കണ ഒരാളായിരിക്കണം, അതായത് നല്ല ഉള്ളു തുറന്ന് സംസാരിക്കണം, അങ്ങനത്തെ ഉള്ളൂ. നോർമല് എല്ലാവർക്കും ഉള്ള കോൺസെപ്റ്റ് തന്നെ ഉള്ളൂ. ഇപ്പം ഷെബിന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഗേൾസ് ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടോ, ചേട്ടൻ നമ്പർ തരുമോന്നൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ ചേട്ടന്റെ അടുത്ത് അന്വേഷണം പറയണം, ഞങ്ങൾ കുറെ മെസ്സേജ് അയക്കാറുണ്ട്, റിപ്ലൈ തരാറില്ല, അങ്ങനെയൊക്കെ മെസ്സേജ് വരാറുണ്ട്. വൈഷ്ണവിയുടെ ഫാൻസ് തിരിച്ചയക്കാറുണ്ടോ? എന്നെ ഇവളായിട്ട് ചേർത്ത് പറഞ്ഞ അയച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കോംബോ അടിപൊളിയാണ്, കൊള്ളാം. വൈഷ്ണവി വന്നപ്പോഴാണ് എന്റെ അക്കൗണ്ട് തന്നെ കാണാൻ തുടങ്ങിയത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുണ്ട്, ലൈവിലൊക്കെ വന്നപ്പോ പറയുമ്പോഴും പറയാറുണ്ട്. വൈഷ്ണവിയുടെ ഫാൻസ് എങ്ങനെയാ? വൈഷ്ണവിക്ക് ഇതേപോലെ കുറെ ആൺകുട്ടികളുടെ ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഈ വീഡിയോ എടുത്ത് തുടങ്ങിയതിനു ശേഷം കുറച്ച്, അങ്ങനെ വളരെ അധികം ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. വൈഷ്ണവിക്ക് ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട്, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടം, വരാറുണ്ട്. എന്റെ സങ്കല്പത്തിലെ കുട്ടിയുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട്. എന്റെ ചേച്ചിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ പോലെയാണ്. കല്യാണം ആലോചിച്ചോട്ടെ, വീട്ടില് വന്ന് ആലോചിച്ചോട്ടെ, വീട് എവിടെയാന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആ സംഭവം തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ ഓൾഡ് എക്സിന്റെ അതേ മുഖച്ചായാണ് എനിക്ക്. ഇതൊരു സ്ഥിരം, ഇതാണ് ക്രിഞ്ചായി ഞാൻ എടുക്കും, ഞാൻ കാണും, പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കൂല. ഇല്ല, ആദ്യമൊക്കെ എനിക്ക് തോന്നുന്ന ആൾക്കാർ റിപ്ലൈ കൊടുത്തു. ഇപ്പൊ എല്ലാവർക്കും വരാറുണ്ട് ഈ സെയിം സാധനം അല്ലെ, എന്റെ ആന്റിയുടെ കുട്ടീനെ പോലെ, എക്സ് ലവറിനെ പോലെ. ഓക്കെ, നിങ്ങൾ എന്തായാലും നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പൊ ചെറിയൊരു ടാസ്ക് തരാം. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരാം, ആ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് പാടണം. സിമ്പിൾ. ചുമ വെച്ച് പാടിയോ, ഞങ്ങളത് റിത്തായിട്ട് കൂട്ടിക്കോളാം. ഓക്കെ, ഫസ്റ്റ് ആർക്കാ തരണ്ടേ? ട്രൈ ആക്കാം. ഓക്കെ, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാള് അറിയാണ് വൈഷ്ണവി, ആള് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ ഏത് പാട്ട് പാടും? ആലോചിച്ച് കുഴപ്പമില്ല. ആ വിഷമം പാട്ടിലൂടെ അറിയിക്കണം വൈഷ്ണവി. അതവനോടുക്ക്
ഓക്കെ അത് ഞാൻ എടുത്ത്. ഓക്കെ അത് വൈഷ്ണവിക്ക് തരാം. ഒന്നുമില്ല, ഒരാളെ പ്രപ്പോസ് ചെയ്താൽ മതി പാട്ടിലൂടെ. ഓക്കെ, ഇഷ്ടമുള്ള ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന. ആ കായമെങ്കും തന്നാലാരി പോണമായമെന്ന പൊന്മാനേ പൊന്മാനേ എന്ന കായமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காத சென்றேனே இந்த காயம் என்னவென்றும் சொல்லாமல் ஏங்க ஏங்க நீ வந்தது இந்த சோகம் உன்னை தாக்கும் எந்தெந்தும் போதும் அந்த அழகை நின்றது மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது. ലൈറ്റ് എന്തായാലും ലേറ്റസ്റ്റ് വരെ സൂപ്പർ. നല്ല പാട്ട്, കറക്റ്റ് പാട്ട്. ഓക്കെ സൂപ്പർ. ആ നിന്റെ സിറ്റുവേഷൻ എന്താ സിറ്റുവേഷൻ? ആ ഒരു കുട്ടീനെ ഇഷ്ടമായിരുന്നു, പക്ഷെ ആ കുട്ടി ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് അറിയുന്നു. പ്രണയം പറയാൻ പറ്റിയില്ല. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ, ദൂരേക്ക് നീ മാഞ്ഞതല്ലേ. ഇത്രയുള്ളൂ. ആ ഓക്കെ, മോഹഭംഗൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അടുത്ത് തരാം. ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. സിമ്പിൾ അല്ലേ? എന്ത് വിഷമായി ആകാം. ആഴലിന്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി, ഇരുൾ ജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണനിൽ വീണു, കേതയ്ക്കുന്നു നീ ശ്വാസമേ. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചു. ഓക്കെ, ഞാൻ പഠിച്ചിട്ടില്ല. ഇനി എൻ്റെ അടുത്ത് ചോദിക്കണ്ട. അടുത്തത് നീ. ഒരാള് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു. പോട്ടെ. പാട്. ആ ഒരു സിറ്റുവേഷൻ കാണാം. വൈഷ്ണവി ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നേ, അത് എനിക്ക് നല്ല പണി കിട്ടുമെന്ന് അറിയാം. ആ ഒരു സിറ്റുവേഷൻ. മറ്റേ ഈ പാട്ടേന്ന് പ്രേമത്തില് അത് വേണ്ട, അവള് വേണ്ട, ഈ കാട് നമ്മളെ മണന്ന് വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, പിന്നെന്താ ഈ അല്ലെങ്കിൽ സീൻ കോൺട്ര. ഓക്കെ, അടുത്തത്. ഇല്ല, ഒരെണ്ണം കൂടി, ഒരു സിറ്റുവേഷൻ ഇങ്ങോട്ട് തരാം. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഒരു പാട്ട്. MBBS ഫസ്റ്റ് റാങ്ക്, ഭയങ്കര സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി, സ്നേഹം നോക്കുന്നേ എനിക്ക് ലിറിക്ക് അറിയാത്തോണ്ടാ ഞാൻ ഈ മ്യൂസിക് മാത്രം ഉണ്ടത്. പോയിക്കോട്ടെ എന്ന് എഴുതി. ഓക്കെ, അടുത്തത് ലാസ്റ്റ്. ഷെബിന് ഉറങ്ങുമായിരുന്നു. അപ്പം നല്ലൊരു സ്വപ്നം കണ്ടു, പക്ഷെ അത് സ്വപ്നമായിരുന്നു കണ്ണുറന്നപ്പോ. നല്ല കുഴപ്പിക്കുന്ന ചോദ്യം. സ്വപ്നാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെന്ന് എഴുതും. അത് വിചാരിച്ചു, പക്ഷെ പാട്ട് പറഞ്ഞോ. ആ സ്വപ്നം ഒരു ചാക്ക്, തലയിലൊരു നാലൊരു ചാക്കോ, ലിറിക്ക് എന്റെ ലിറിക്കായി പോവും, അതുകൊണ്ടാ. സൂപ്പർ. ഇതൊരു ചെറിയ സാമ്പിൾ ഗെയിമാ, പക്ഷെ ശരിക്കുള്ള ഗെയിം വേറെ വരുന്നുണ്ട്, പേടിക്കണ്ട. ഓക്കെ, അപ്പം എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം ആക്ട് ചെയ്യാൻ അറിയാം, പാടാൻ അറിയാം, ഡാൻസും അറിയാം. ഡാൻസ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വഴങ്ങാറില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതില് അത് ഞാൻ കൊറേ ടേക്ക് എടുക്കാറുണ്ട്. ഡാൻസ് ഇപ്പൊ വൈഷ്ണവിയാണോ പഠിപ്പിച്ചിരുന്നത്? എനിക്ക് അറിയാം, ഇവൾക്ക് വഴങ്ങും, എനിക്ക് വഴങ്ങാറില്ല. മമ്മൂട്ടി കളിക്കുന്ന പോലെ. മമ്മൂട്ടിക്ക് വഴങ്ങാറില്ല. മമ്മൂട്ടിക്ക് ഡാൻസ് വഴങ്ങാറില്ല എന്ന് പറയുന്നത് കുട്ടി തീർന്നടാ. എന്നെക്കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണ്. ഞങ്ങൾ നേരത്തെ നല്ല പരിചയ. എനിക്കറിയില്ല. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കുറെ ഈ ചിരി നല്ലതാണ്, സ്കിൻ നല്ലതാണ്, കണ്ണ് നല്ലതാന്നൊക്കെ പറയാമല്ലോ. അതേപോലെ ചില ആൾക്കാരുടെ ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വരാറില്ലേ? ഏറ്റവും കൂടുതൽ കേട്ട കമന്റ് ഏതാ?
എന്റെ ആണോ? റഹ്മാന്റെ പഴയ സ്റ്റൈലുണ്ട്, പിന്നെ ധ്രുവ വിക്രം സ്റ്റൈലുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ടോവിനോ, ഇപ്പൊ ടോവിനോട് ഓഡിയോ ചെയ്യണോണ്ടായിരിക്കണം അവർക്ക് ടോവിനോ ആയിട്ട് തോന്നി. പക്ഷെ ടോവിനോട് സൗണ്ട് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാശിയിലെ സാധനമൊക്കെ അത് നല്ലായിരുന്നു. വൈഷ്ണവിക്ക് ഏതാ ഏറ്റവും കൂടുതൽ? എനിക്ക് രമ്യ നമ്പീശൻ കുറെ വന്നിട്ടുണ്ട്. ശരിയാ, എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. രമ്യ നമ്പീശൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു 85% ആൾക്കാർക്കും ഫിലിം ആയിരിക്കും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നിങ്ങൾക്കും അങ്ങനെയാണോ? സിനിമയാണോ? സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഇവന്റെ കൂടെ റീൽസ് എടുക്കുന്നവരെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഇപ്പൊ എന്തായാലും പഠിത്തം കഴിഞ്ഞിട്ട് എന്താ അറിയില്ല, വരുന്നത് പോലെ ആഗ്രഹമുണ്ട്. വന്നിട്ടുണ്ട് എന്തെങ്കിലും ചാൻസസ് ഒക്കെ? ചാൻസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ക്ലാസ്സും കോളേജൊക്കെ ഉള്ളതുകൊണ്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോഴും നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടൊന്നും പോവാൻ പറ്റുന്നില്ല. അങ്ങനെ അഥവാ വരികയാണെങ്കിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഇന്ന ആളുടെ മൂവി ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, ഈ ആളുടെ കൂടെ ആക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ? ഇതുവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും. ചിന്തിക്കൂ ഇപ്പോ. ഒരു ചാൻസ് കിട്ടാന്ന് വിചാരിക്കേ, അപ്പൊ വൈഷ്ണവിക്ക് എന്തായിരിക്കും ഫസ്റ്റ്? ഇന്ന ആളുണ്ടോന്നൊക്കെ നോക്കൂ. ഫിലിമിൽ ആരാ ഹീറോ? അത് നോക്കും. അതാരായിരിക്കണോ? ടോവിനോ. അതെന്താ, ടോവിനോയാണോ ഫേവറേറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ എന്താ, ആരുടെ കൂടെ ആയിരിക്കണം ഫസ്റ്റ്? ആക്ട്രസോ? ആരായാലും മതി, എനിക്ക് മാച്ച് ആയാൽ മതി. എന്നാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഇന്ന ആളെ എനിക്ക് മാച്ച് ആയിരിക്കും. അനശ്വര. അനശ്വരയാണോ ക്രഷ്? ക്രഷ് അല്ല, അഭിനയം എനിക്കിഷ്ടായി, ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് ന്യൂ ഫിലിംസ് ഒക്കെ ഇറങ്ങിയതിലും കൂടുതൽ. പിന്നെ മറ്റേ ഒരാളില്ലേ, എന്താണ് റീൻ എന്ന് പറഞ്ഞ മമിത ബൈജു. മമിത. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയാ കുറെ പേരുടെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഈ കംഫർട്ട് സോൺ ചോദിച്ചാൽ ആരുടെ കൂടെ ആയിരിക്കും? കംഫർട്ട് സോൺ എനിക്കെല്ലാരും ഓക്കെയാണ്. അവർക്കും അവരോട് ചോദിക്കണോ? ഞാൻ വേറെ ആരുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ, എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനും കംഫർട്ട് ഉള്ളവരുടെ കൂടെ മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ, അല്ലാത്തൊരു അങ്ങനെ എടുക്കാറില്ല. അതെങ്ങനെ മനസ്സിലാവും? ഒരു വീഡിയോ ചെയ്യുമ്പോഴല്ലേ മനസ്സിലാവാ. അങ്ങനെ ചെയ്ത് പാളിപ്പോയ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പേരുണ്ട്. അയ്യോ, അവരത് കാണൂലേ? അല്ല, പിന്നീട് അവരങ്ങോട്ട് മാറി വന്ന്, കാരണം നമ്മള് ഇതിനായിട്ട് വന്നവരല്ലല്ലോ, അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, ഞാനായിട്ട് വലിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് പിന്നെ ഇഷ്ടായിട്ടുണ്ട്. ഈ ഇങ്ങനെ നിങ്ങള് റീൽസിലൊക്കെ ഫേമസ് ആയി കഴിയുമ്പോ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒക്കെ റെസ്പോൺസ് എന്താ? പഠിക്കണം, ഇത് നോക്കണം, പഠിക്കും വേണം. പോസിറ്റീവായി പറയുന്നവരുണ്ട്, പിന്നെ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ പഠിക്കണം അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഈ മാർക്കൊക്കെ കുറയുന്ന സമയത്ത് പറയോ, റീലൊക്കെ ചെയ്ത് നടന്നിട്ട് മാർക്ക് കുറയുന്നൊക്കെ? അങ്ങനെ എന്റെ അടുത്ത് അറിഞ്ഞിട്ടില്ല. അതായത് മാർക്ക് കുറയാറില്ല? പറയാറില്ല, പഠിപ്പിയാണ്. പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങനെ അത്ര അധികം ആരും അങ്ങനെ കയറാറില്ല. ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, വെറുതെ ഉറങ്ങി തീർക്കുന്ന ടൈം തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണുള്ളൂ എന്ന് പറയും. ഇപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ വൈറലായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ചെറിയ രീതിയിലൊക്കെ ഇൻകം ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് കിട്ടിയ റവന്യൂ എത്രയാ? 1,000 rupees. ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻ വഴി. വൈഷ്ണവിക്കോ? ഞാൻ പണ്ട് മോജിലുണ്ടായിരുന്നു, അപ്പം അതിന്ന് പെർ മന്ത് എനിക്ക് 3,000 വെച്ചിട്ട് അങ്ങനെ കിട്ടി. അടുത്തത് ഒരു ഓഡിയൻസ് ചോയ്സ് റൗണ്ട് ആണ്. നിങ്ങളുടെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അക്കൗണ്ട്സിൽ നിന്ന് നിങ്ങളെ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കോമൺ ആയിട്ട് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പറയണം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൗന്ദര്യ രഹസ്യം പറയാമോ? ആരുടെങ്കിലും രണ്ടുപേരും പറഞ്ഞു. ഞാൻ അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല, പലപ്പോഴും തൈരും കാപ്പിപ്പൊടി. ഇത് പറ്റില്ല, ഇത് കേട്ട് 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 മടുത്തൊന്നൊക്കെ വരും. തൈരും കാപ്പിപ്പൊടിയും വേറെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഇവിടെ ഞാൻ തേക്കുന്നുണ്ടെങ്കിൽ ഇത്താത്തയുടെ ഫേസ് പാക്ക് അത് എനിക്ക് എപ്പോഴും തരുവേ, അത് ഞാൻ തേക്കാറുള്ളൂ. അല്ല, സ്കിൻ കെയർ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോക്ക് വേണ്ടി ഞാൻ സൺസ്ക്രീൻ എന്തായാലും ഇടും. വെയിൽ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്താത്തമാരുള്ള അനിയന്മാർക്കൊക്കെ ഭയങ്കര പറ്റണ ബാക്കി എടുത്ത് എന്റെ മുഖത്ത് പറ്റിത്തരും. എന്റെ മുഖത്ത് മാത്രമല്ല, വീട്ടിലെ വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ മുഖത്ത് പറ്റി. എനിക്ക് മനസ്സിലാവും. ആദ്യം നമ്മള് വേറെ ആളെ ടെസ്റ്റ് ചെയ്യും, ഓക്കെ ആണെങ്കിൽ നമ്മളേക്കുള്ളൂ.
ഇത്രക്കും ഹാൻസം ആൻഡ് ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ എന്താ കഴിക്കുന്നതെന്ന്? നോർമൽ ഫുഡ്. ഞാൻ ഉണ്ടാക്കണ എന്ത് നോർമൽ ഫുഡ് കുക്ക് ചെയ്യും. ഞാനിപ്പോ അവിടെ കുക്ക് ചെയ്യണം അല്ലേ? അവിടെ ഹോസ്റ്റലല്ല, പുറത്താ നിക്കണോണ്ട് കുക്ക് ചെയ്ത് കഴിക്കും. എവിടെ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ? ഇല്ല. മെസ്സിൽ കിട്ടണ ഫുഡ്. ഓക്കെ, അടുത്തത്. ഇത് നിനക്കാൻ തോന്നണം. യുവർ സ്മൈൽ ഈസ് ഔസം. ഹൗ ഓൾഡ് ആർ യു? 24. ഈ മന്ത് 24 ആയിട്ടുണ്ട്. ഇവിടെ 23. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? സിംഗിൾ. കോംപ്ലിക്കേറ്റഡ്. സിംഗിൾ. സത്യം പറ. വീട്ടുകാരാണെന്നതാ. റെഡി ടു മിങ്കിൾ? നോ. ഇപ്പൊ ആയിട്ടില്ല. ആയിട്ടില്ല ഗൈസ്, വെയിറ്റ്. ഓക്കെ. ഡു യു ഹാവ് എനി ക്രഷ് ടു യുവർ ഗേൾ ഫ്രണ്ട്സ്? നിന്നോടായിരിക്കും. അല്ല, ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗേൾസിനോടൊന്നും എനിക്ക് ക്രഷ് ഇല്ല. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് അല്ലാത്ത ഗേൾസിന് ഹോപ്പ് ഉണ്ട്. ഇനി ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആദ്യം കട്ട് ചെയ്യും. ഓക്കെ. ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി? ആരോടാ? രണ്ടുപേരും പറഞ്ഞു. ഇത് കോമൺ ക്വസ്റ്റ്യനാ. നല്ലതാണോ ചീത്ത? എന്തും മറക്കാൻ പറ്റാത്തത് നല്ലതും ചീത്തതും ആവാലോ. എനിക്ക് എന്റെ ഉമ്മ മരിച്ചതാണ്, ഗ്രാൻഡ് മദർ മരിച്ചതാണ്, കാണാൻ പറ്റിയില്ല. അതാണ് എനിക്ക് എപ്പോഴും ഒരു മറക്കാൻ പറ്റാത്ത സ്റ്റോറി. എന്താ കാണാൻ പറ്റാഞ്ഞേ? ഞാൻ പഠിക്കണത് അവിടെ ആയതുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് വേഗം കബറടക്കണമല്ലോ. പിന്നെ ഒരു കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് വേഗം വെച്ച് ഇരിക്കൂല, അപ്പൊ കാണാൻ പറ്റിയില്ല. അതെപ്പോഴും വിഷമം എപ്പോഴും. എനിക്ക് നല്ല എക്സ്പീരിയൻസസ് ഒരുപാട് ഉണ്ട്. ബാഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ട്രോമാറ്റൈസിങ് എക്സ്പീരിയൻസ്. ഒരു ചിലപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒരാള് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്തു. അന്നാണ് ഞാൻ ഇവളുടെ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ കോളേജിലെ കുട്ടിയാണോ പ്രതികരിച്ചത് എന്നുള്ള. അങ്ങനെ അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. ആ ഒരു ധൈര്യം ഇടുന്ന തോന്നുന്നു കുട്ടി. അത് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. അപ്പൊ ഒന്നും മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് പറയാനേ പറ്റില്ല. ആ ഒരു ടൈം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോയിരുന്നു. പിന്നെ മുന്നേ വേറൊരു കുട്ടിയുടെ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ആൾക്കാര് താഴ്ത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ നല്ല തെളിവ് സഹിതം പിന്നെ കേസ് കൊടുത്തു. എന്തായത്? അത് അവര് ഫൈൻ ജയിലിൽ നിന്ന് ഇറങ്ങി. മെന്റലി ഡിസേബിൾഡ് ആന്ന് പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി. സുഖല്ലേ? തലക്ക് സുഖമില്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ പറയുന്നില്ല. ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ്? നഖം കടിക്കും. ബാഡ് ഹാബിറ്റ്സ്? നീ നഖം കടിക്കും, ഞാനും നഖം കടിക്കും. ഗുഡ് ഹാബിറ്റ്സ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പം ജിം, ഫിറ്റ്നസ്, ഹെൽത്ത്? ഞാനിപ്പോ അത് നോക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വീട്ടില് വരുമ്പോ എപ്പോഴും ഡയറ്റ് ഒക്കെ. ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ വർക്കൗട്ട്. സത്യം പ്രത്യേകിച്ച് ഗുഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല. എല്ലാം ഗുഡ് ആയതുകൊണ്ട് ഒന്നും എടുത്ത് എല്ലാ ഹാബിറ്റും ഇങ്ങോട്ട് പോന്നെ. ഓക്കെ. ഫേവറേറ്റ് യൂട്യൂബർ? M4 Tech. Okay. Any breakup if you can story please? Any breakup? No breakup. ഉണ്ടായിട്ടുണ്ട്. എത്രണ്ണം? അങ്ങനെ വെച്ചാൽ ഒരെണ്ണം. എന്ത് ബ്രേക്കപ്പ് ആയേ? അത് ചെറുപ്പത്തിലുണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ബ്രേക്കപ്പ് ആയിട്ട് കൂട്ടോ? അല്ലാണ്ട് സീരിയസ് ആയിട്ടുള്ള ബ്രേക്കപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. തമാശക്ക് ബ്രേക്കപ്പ് ചെയ്തോ? അതെന്താ? സ്കൂളിലുണ്ടായിരുന്ന ചെറിയ ചുറ്റിക്കളികളൊക്കെ പിന്നെ നടക്കുന്നില്ല. തമാശക്ക് ബ്രേക്കപ്പ് ചെയ്യുന്ന കുട്ടീനെ ഞാൻ ആദ്യം. ചേട്ടൻ അന്നൊരു ചേച്ചിയുടെ കൂടെ വീഡിയോ പോസ്റ്റ് ആക്കിയില്ലേ February 25th? അതാരാ? ഇതെങ്ങനെയാ 25th ഉള്ള സംഭവം? ഭയങ്കര മാച്ച് ആണെന്നൊക്കെ. ആരാ? ഫെബ്രുവരി ഇത്താത്തയാണോ? ഇവളെന്നെ ആയിരിക്കും. ഇവളുടെ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. February 25th ഇവൾക്കാണോ പോസ്റ്റ് ചെയ്തെന്ന്. ഏതാ വീഡിയോ കാണിക്കും? എനിക്കറിയില്ല. സ്ക്രീൻഷോട്ട് അയച്ചെന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഗൈസ് അറിയില്ല. 25th നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഓഡിയൻസ് ചോയ്സ് റൗണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഗെയിമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ചെറിയൊരു ദംഷരാട്സ് റൗണ്ട് ആണ്. നമ്മളിതിൽ സിനിമയും സോങ്സും മിക്സ് ചെയ്ത് തരും. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഫസ്റ്റ് ആരാ വരുന്നേ? ഇവിടെ വന്നിരിക്കണേ. സോങ് ആണ്.
മിണ്ടരുത്. സോങ് ആണ്. ഇനി ഞാൻ സോങ് ആണെന്ന് പറയില്ല, നിങ്ങൾ ആക്ഷൻ കണ്ടു. കണ്ടോ നീ? കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല. പൊട്ടനാണോ? കാഴ്ച ഇല്ല, ഡോക്ടർ കാണിച്ചല്ലോ. കേൾവിയില്ല. ഊമ, പാട്ട്, വൈക്കം വിജയലക്ഷ്മി. എനിക്ക് കള്ളക്കളി കളിച്ച ശീലം. പഴയതാണോ പുതിയതാണോ? ബൾബ്. കണ്ണ്, നോക്കുന്നു, നോട്ടം, തുറച്ചു നോക്കി, ഇരുട്ട്, പാട്ട്, ചെവി അടിച്ചുപോയി. കേട്ടു, കണ്ടു കണ്ടു. അയ്യോ വാ. ഫിലിമാണോ? വിശ്വസിക്കാൻ പറ്റില്ല. ഏതാ പാട്ട് തന്നെയാ? ഫിലിം. സംസാരിക്കാൻ പറ്റൂലേ? ആർക്ക്? നടനാ? എനിക്കോ? ഊമ. ഊമ. ഊമ പെണ്ണിന് ഉരിയാടം പയ്യൻ. ഓക്കെ, അവിടെ വരുന്നു. അല്ലേ? നായകൻ. രാജാവാ? മാവേലി. രാജ. പോക്കിരി രാജ. മധുര രാജ. രാജ. രണ്ടാമത്തെ രാജ. അതല്ല. രണ്ടാമത്തെ ആദ്യത്തെ പറയുന്നത് പറ. രാജ. ആദ്യത്തെ പടമാണോ? സിനിമയാണോ? മമ്മൂട്ടി. മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ രാജ. മമ്മൂട്ടി രാജ. പോക്കി രാജ. രാജമാണിക്യം. രാജ ഉണ്ട്, രണ്ടും ഉണ്ട്. അതെവിടെയാണ്? ഫസ്റ്റ് സെക്കൻഡാ? ഫസ്റ്റ്, രണ്ടാമത്. ഓക്കെ, ഫസ്റ്റത്തെ പറ. ഫസ്റ്റത്തെ രാജിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയുണ്ട്? രാജാതിരാജ. ഒന്നുള്ളൂ. കൊച്ചി രാജാവാ? മമ്മൂട്ടിയുടെ കൊച്ചി രാജാവ്. റെഡ്. നിന്റെ, എന്റെ. മമ്മൂട്ടിയുടെ പടം. മമ്മൂട്ടിയുടെ ഡാഷ് ഡാഷ് രാജാവ്. പ്രേതം. ഇതെന്താ? നരേന്ദ്രപ്രസാദ്. പ്രേതോ? ഡ്രാക്കുള. ഇതെന്താ? ഓ, മറ്റേ ജഗതിയുടെ ക്യാരക്ടർ എന്താ? കൂടുന്ന കിളിച്ചുണ്ട് പോകത്തില്. വെള്ളാട്ട് പോക്കര്. എന്താ പേര്? രാക്ഷസ രാജാവ്. രാക്ഷസനാണ്. എടിതേ നോക്ക്, കക്ഷം. അപ്പുറത്തെ കൈ കാണിച്ചൂടെ? ഓക്കെ, അടുത്തത്. എന്താ? മിണ്ടരുത്. പാട്ടാ. അവിടെ പോയിരിക്കാം. പറഞ്ഞില്ലേ പാട്ടാന്ന്? പാട്ടാ. ഒരു മൈന പറഞ്ഞു. ഒരു കിളി പാട്ടുമൂളവേ. ഒരു കിളി. ഒരു കിളി പറന്നു. ഒന്നാം കിളി, രണ്ടാം കിളി. കഴിഞ്ഞോ? കഴിഞ്ഞു. സൂപ്പർ. ഈസി അല്ലായിരുന്നോ? ഈസിയായിരുന്നു. രാക്ഷസ രാജാവ് കുറച്ച് ടഫായിരുന്നല്ലേ? അത് ഇവന് മനസ്സിലാവാത്തണ്ടോ? പടം കണ്ടിട്ടുണ്ടോ? ഇവള് കണ്ടിട്ടില്ല. ഒരു ഇത് കണ്ടത് കാണിച്ചാ പോട്ടെ. ഇപ്പൊ ഞാൻ രാക്ഷസി എന്ന് പറയും. രാക്ഷസി എന്ന് പറയാം. അങ്ങനെ സിമ്പിളായിട്ട് കാണിച്ചൂടെ? നിനക്ക് ഇട്ട് പറയാൻ നോക്കിയാ. ഓക്കെ, സൂപ്പർ ആയിട്ട് കളിച്ചു. അടിപൊളി.